Right now and press the bell icon. Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാട്ടർ ചേർത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇതൊരു യെല്ലോ കളറായാൽ മതി. ഇത് 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആയി കിട്ടും. അപ്പോൾ ഈ ഒരു കളറിൽ വേണം ഇത് ഉണ്ടാവാൻ. കുറേ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റാക്കുന്ന ട്രേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ ഇങ്ങനെ വേഗം ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ സെറ്റായിട്ട് പോകും. ഇനി ഒരു പാത്രം നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഇനി അതിലേക്ക് ബട്ടർ ചേർത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇതിലേക്ക് 500 ml പാൽ എടുക്കാം. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തളിച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തളിച്ച് വരട്ടെ. ഇപ്പോൾ തളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്തെടുക്കാം. ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് പിഞ്ച് ഉപ്പ് ചേർത്തെടുക്കാം. ഇതൊന്ന് കുറുക്കി വരട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ബട്ടർ തേച്ചെടുക്കാം. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതോടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇത് കുറച്ച് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടെടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്തെടുത്താലും ആവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച റവ മിക്സ് കുറച്ച് ചേർത്തെടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കാരമൽ ആക്കി വെച്ച പാത്രത്തിലേക്ക് ഈ മിക്സ് ചേർത്തെടുക്കാം. ഇനി നമുക്കൊരു സ്റ്റീമർ ചൂടാക്കാൻ വെക്കാം. സ്റ്റീമറിൽ വെള്ളം ഇടാം. ഇനി നമുക്കത് വച്ചെടുക്കാം. ഇനി നമുക്കത് മൂടി വെക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ 30 മിനിറ്റ് വേണ്ടി വന്നു ഇതാവാൻ. 25 മിനിറ്റ് ആയ പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. പിന്നെ ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി വേവിക്കാം. ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വെക്കാം. ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് ഓൾറെഡി വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പുഡിങ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.